എൻ്റെ വീട്ടുകാരൊക്കെ കൂടുതലും മതസൗഹാർദ്ദത്തിൽ തന്നെയാണ്. ഹിന്ദുസിനായാലും ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസിനായാലും എല്ലാവരോടും ഒരുപോലെ തന്നെ നിൽക്കുന്നത്. അതങ്ങനെയാണ്. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും വെറുക്കാൻ പറ്റില്ല. അത് മതം നോക്കിയിട്ടല്ല. അയൽവാസി 40 വീട് എല്ലാ സൈഡിലേക്കും അയൽവാസികളാണെന്ന്. അവർ ഏത് മതക്കാരായാലും അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അവരുടെ സന്തോഷം നിലനിർത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് ഒരു മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. കരൾ രോഗം ബാധിച്ച ഇടവിള സ്വദേശി രാജുവിന്റെ ചികിത്സയ്ക്കാണ് ഫാത്തിമ സ്വന്തം കമ്മൽ ഊരി നൽകിയത്. പിന്നെ നീ പറഞ്ഞല്ലോ, ഞാനൊരു ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട ഒരാളെ സ്നേഹിച്ച ഒരാളാണ്. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പൊ അവരതിനെ എതിർക്കുകയായിരുന്നു. അവരത്രയും കാലം അവരോട് നല്ല സൗഹൃദത്തിലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു മാരേജ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടുകാരോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മോളെ, അത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയല്ല. ഒരു കുട്ടിയെ നിന്റെ അത്ര വലുപ്പമാക്കി വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മാതാപിതാക്കൾക്ക് അവരിഷ്ടപ്പെടാത്ത രൂപത്തിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നത് സഹിക്കാൻ പറ്റൂല. അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നിനക്കും അതുപോലൊരു കുട്ടിയുണ്ടാകണം. പ്രസവിച്ചത് മുതൽ 1-2 വയസ്സാകുന്നത് വരെ എത്രയോ ദിവസങ്ങൾ ഉറക്കമൊഴിച്ചിട്ടാണ് അവർ കാത്തു നിൽക്കുന്നത്. ഹോസ്പിറ്റലുകൾ പോയി നോക്കൂ, അവിടെ കാത്തുകെട്ടി നിൽക്കുന്ന സുഖങ്ങൾ ഒഴിവാക്കി ദിവസങ്ങളും മാസങ്ങളും കഴിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് ഒരു കുട്ടിയുടെ ചെറിയ അസുഖത്തിന് വേണ്ടി. അങ്ങനെ 18 വയസ്സും 20 വയസ്സുമൊക്കെ പ്രായമാകുന്നത് വരെ കണ്ണിൻ്റെ ഇമ വെട്ടാതെ കൃത്യമായ പരിചരണത്തോടുകൂടെ വളർത്തിക്കൊണ്ടുവരുന്ന മോള് ഒരു സുപ്രഭാതത്തിൽ പറയാണ്, മാതാവും പിതാവും ഇഷ്ടപ്പെടാത്ത ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണെന്നും പറഞ്ഞാൽ നീ പറയുന്നത് കേട്ട് നിൽക്കാൻ അവർക്ക് സാധിക്കുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. നീ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കണം. നിൻ്റെ അത്ര പ്രായമെത്തുമ്പോൾ അവരോട് നിനക്കുണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ട്. അത് മുസ്ലിമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും ആ കുട്ടി താൻ ഇഷ്ടപ്പെടുന്ന വിധത്തിലാവണം എന്നതൊരാഗ്രഹമാണ്. ആ ആഗ്രഹം നിറവേറാതെ പോകുമ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്. ചിലർ വല്ലാതെ സങ്കടപ്പെടാറുണ്ട്. ചിലർ ആത്മഹത്യയിലേക്ക് പോലും കടന്നു ചെല്ലാറുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു കുട്ടി വീട്ടിൽ നിന്ന് നന്നായി സന്തോഷത്തോടെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാന്നറിയോ? ഉമ്മയും ഉപ്പയുമാണ്. ഉമ്മ അത് നന്നായി പ്രകടിപ്പിക്കും. വാപ്പ മനസ്സിൽ സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് പുളകമണിയുന്ന രംഗമാണ്. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് നിനക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇത് കേട്ട് ആസ്വദിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഹിന്ദുവോ മുസ്ലിമോ എന്ന് നോക്കിയിട്ടല്ല, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും വേദനയാണ് നമ്മൾ കാണേണ്ടത്. ജന്മം തന്നൊരു പൊന്നുമ്മ, ജീവനാണെൻ്റെ കരളുമ്മ, ജനിച്ചെന്നു മുതലേ പാലോട്ടി ജീവിതയാത്രയിൽ വഴികാട്ടി, കൂടെ നടന്നുമ്മ തണലായി, കൂട്ടിൻ എന്നുമ്മ തുണയായി, കണ്ട